KFCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വീണ്ടും. നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്ത ബാക്കി നിൽക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന് പറയുന്നത്. എനി എക്സസ് ഡിറ്റക്റ്റഡ് ഡ്യൂറിംഗ് സ്റ്റോക്ക് ടേക്കിംഗ് ഷുഡ് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ബി എൻറ്റേർഡ് ഇൻ ദ സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് വൺസ് ആസ് എ റെസീറ്റ് വിത്ത് ദ റിമാർക്ക്. അതായത് സ്റ്റോക്ക് എടുക്കുമ്പോൾ അധികമായിട്ട് കണ്ടെത്തിയാൽ അന്വേഷണത്തിന് ശേഷം ഉടനെ സ്റ്റോക്ക് അക്കൗണ്ടിൽ താഴെ തന്നിരിക്കുന്ന കുറിപ്പോടെ അതൊരു സ്വീകരിക്കലായി രേഖപ്പെടുത്തണം. ആ കുറിപ്പ് എന്താണെന്നാണ് ചോദിച്ചത്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ അധികമായിട്ട് സ്റ്റോക്ക് കണ്ടെത്തിയാൽ ഒരു കുറിപ്പ് എഴുതണം, എന്നിട്ട് അത് അവിടെ റെസീറ്റ് ആയിട്ട് രേഖപ്പെടുത്തണമെന്നാണ്. അപ്പോൾ അത് കുറിപ്പിൽ എഴുതേണ്ട വാചകം എന്തെന്നാണ് ഇവിടുത്തെ ചോദ്യം. ആ വാചകം എക്സസ് ഫൗണ്ട് ഓൺ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നാണ്. എക്സസ് ഫൗണ്ട് ഓൺ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പരിശോധനയിൽ അധികമായി കണ്ടെത്തി. അതാണ് ഇവിടെ ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അതിൽ കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ നമ്മളൊരു സർക്കാർ ഓഫീസിലെ സ്റ്റോക്ക് അക്കൗണ്ടിൽ 10 സ്റ്റീൽ കസേരകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ. എന്നാൽ വർഷാവസാനമുള്ള ഫിസിക്കൽ വെരിഫിക്കേഷനിൽ അവിടെ 11 കസേരകൾ ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ആദ്യം ഈ 11ാമത്തെ കസേര എങ്ങനെ അവിടെ വന്നു എന്ന് പരിശോധിക്കുന്നു. അത് ചിലപ്പോൾ പഴയ സ്റ്റോക്കിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതോ അങ്ങനെ മറ്റെന്തെങ്കിലും ആയിരിക്കും, അല്ലെ ഓഫീസിൽ നിന്ന് മാറിയതോ ഏതെങ്കിലും വിധത്തിൽ വന്നതായിരിക്കാം. അതിനുശേഷം അന്വേഷണത്തിന് ശേഷം ആ അധികമുള്ള കസേരയെ സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ഒരു പുതിയ വരവായിട്ട് ചേർക്കും. എന്നിട്ട് ആ കസേരയുടെ നേരെ എക്സസ് ഫൗണ്ട് ഓൺ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് രേഖപ്പെടുത്തും. ഇതാണ് അതിന്റെ നടപടിക്രമം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, രാജ്ഭവനിലെ ഫർണിച്ചറുകൾ പരിശോധിച്ചതിന്റെ വാർഷിക സർട്ടിഫിക്കറ്റ് അക്കൗണ്ടന്റ് ജനറലിന് അയക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഈ ചോദ്യം നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഹൂ ഈസ് ഓതറൈസ്ഡ് ടു സെൻഡ് ദ ആനുവൽ സർട്ടിഫിക്കറ്റ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് ദ ഫർണിച്ചർ ഇൻ രാജ്ഭവൻ ടു ദ അക്കൗണ്ടന്റ് ജനറൽ? രാജ്ഭവനിലെ ഫർണിച്ചർ പരിശോധിച്ചതിന്റെ വാർഷിക സർട്ടിഫിക്കറ്റ് അക്കൗണ്ടന്റ് ജനറലിന് അയക്കാൻ ആർക്കാണ് അധികാരമുള്ളതെന്ന്? അത് ഗവർണറുടെ സൈനിക സെക്രട്ടറിക്കാണ് ആ അധികാരമുള്ളത്. ഗവർണറുടെ സൈനിക സെക്രട്ടറി. ആൻസർ ഗവർണറുടെ സൈനിക സെക്രട്ടറിക്കാണ് ഈ അധികാരം ഉള്ളത്. അടുത്ത ചോദ്യം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മേ അതർവൈസ് ബി കോൾഡ്. അതായത് മൂലധന ചെലവിനെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ വേറൊരു വിധത്തിലും വിളിക്കാം. അതെന്താണ് എന്നാണ് ചോദ്യം. അത് ക്യാപിറ്റൽ ഔട്ട്ലേ എന്നാണ്. ക്യാപിറ്റൽ ഔട്ട്ലേ. ആൻസർ ക്യാപിറ്റൽ ഔട്ട്ലേ, ഓപ്ഷൻ സി, മൂലധന വിഹിതം. ക്യാപിറ്റൽ ഔട്ട്ലേ, അല്ലെങ്കിൽ മലയാളത്തിൽ മൂലധനം എന്നും മൂലധന വിഹിതം എന്നും എന്തിനെ വിളിക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ വിളിക്കാം. അടുത്ത ചോദ്യം, ഇൻ മാരേജ് അഡ്വാൻസ് മാക്സിമം ഇൻസ്റ്റാൾമെന്റ് ഓഫ് റിക്കവറി ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ്. വിവാഹ അഡ്വാൻസ് നമുക്കറിയാം, ലാസ്റ്റ് ഗേർഡ് സെർവൻസിനൊക്കെ വിവാഹ അഡ്വാൻസ് കൊടുക്കും. അതില് പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചെടുക്കുന്നത് എത്ര തവണയാണ്? പരമാവധി. അപ്പൊ സാധാരണഗതിയിൽ ഈ അഡ്വാൻസ് ഒക്കെ തന്നെ മുതലും പലിശയും വേറെ ആയിട്ട് അടയ്ക്കുക. ആദ്യം മുതൽ അടച്ചു തീർന്നതിന് ശേഷമാണ് പലിശ അടയ്ക്കുക. അപ്പോൾ മുതൽ എത്ര കാലത്തേക്കാ പരമാവധി, എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെന്ന ചോദ്യം. 60 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് എന്നതാണ് ഉത്തരം. അതായത് വിവാഹ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇയർ സെർവൻസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് 60 തവണയായിട്ട് തിരിച്ചടയ്ക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, പ്രധാന പ്രവൃത്തികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ചെലവ് വഹിക്കുന്നതിന് ആരുടെ അനുമതി ആവശ്യമാണ്? Whose sanction is required for incurring expenditure on ceremonies connected with the inauguration of important works? ഇപ്പൊ പ്രധാന പ്രവർത്തികളുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഉദ്ഘാടന ചടങ്ങിന് ഒരു ചെലവ് വരുമല്ലോ, ആ സെറിമണിക്ക്. അപ്പോൾ ആ ഒരു വലിയ പ്രൊജക്ടിന്റെ എല്ലാം നടന്നു, അതിന്റെ ഉദ്ഘാടനം വരികയാണ്, കെട്ടിടോ എന്താവട്ടെ, ആ ഉദ്ഘാടനം വരുമ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരു ചെലവ് വരും. എക്സ്പെൻഡിച്ചർ ഓൺ സെറിമണീസ്, അത് ചെലവ് ചെയ്യണമെങ്കിൽ ആരുടെ അനുമതി വേണം? ഗവൺമെന്റ് ഫണ്ടിൽ നിന്നാണ് ചെലവ് ചെയ്യുന്നതെങ്കിൽ അതിന് സർക്കാരിന്റെ അനുമതി വേണം എന്നതാണ് ആൻസർ. ഓപ്ഷൻ ഡി,
സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതി വേണം എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഓഫീസർ വോളി റെസ്പോൺസിബിൾ ടു എൻഷുർ ദാറ്റ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് കെപ്റ്റ് വിത്തിൻ ദ ബൗണ്ട്സ് സെറ്റ് ബൈ ദ ലെജിസ്ലേച്ചർ? അതായത് നിയമനിർമ്മാണ സഭ നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കുള്ളിൽ മൊത്തം ചെലവുകൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? അപ്പൊ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു എമൗണ്ടിന്റെ അപ്പുറത്തേക്ക് അതിന്റെ എക്സ്പെൻഡിച്ചർ പോകാൻ പാടില്ല. അത് അങ്ങനെ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനാണ് ആരാണ് അത്? അതിന്റെ ആൻസർ ചീഫ് കൺട്രോളിംഗ് ഓഫീസറാണ്. ഓപ്ഷൻ സി, ചീഫ് കൺട്രോളിംഗ് ഓഫീസർ. അടുത്ത ചോദ്യം, ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള അടിസ്ഥാനം എന്തായിരിക്കണം? അതാണ് ചോദ്യം വാട്ട് ഷുഡ് ബി ദ ബേസിസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ്? ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള അതിന്റെ ഒരു ബേസിസ്, മാനദണ്ഡം, അടിസ്ഥാനം എന്തായിരിക്കണം എന്നാണ് ചോദ്യം. ആൻസർ ക്യാഷ് ബേസിസ് ആയിരിക്കണം. പണമാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇനി എന്താണ് ഈ ക്യാഷ് ബേസിസ്? ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ക്യാഷ് ബേസിസ് അല്ലെങ്കിൽ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താണ് ഈ ക്യാഷ് ബേസിസ്? അപ്പോ സർക്കാർ ബജറ്റ് എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നത് പ്രധാനമായിട്ടും യഥാർത്ഥത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് ഡിസ്ബേഴ്സ്മെന്റ്. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ യഥാർത്ഥത്തിൽ സർക്കാരിലേക്ക് ലഭിക്കുന്ന വരവുകളും സർക്കാരിന്റെ കൈകളിൽ നിന്ന് പുറത്തേക്ക് നൽകുന്ന ചെലവുകളും മാത്രമാണ് ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കുന്നത്. ഇനി ഭാവിയിൽ ലഭിക്കാനുള്ളതോ കൊടുക്കാനുള്ളതോ ആയ തുകകൾ പണം കൈമാറുന്നത് വരെ ഇതിൽ ഉൾപ്പെടുത്തില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഒരു സർക്കാർ വകുപ്പ് ഇപ്പൊ 2026 മാർച്ചിൽ ഒരു കരാറുകാരന് നൽകാനുള്ള ബില്ല് പാസാക്കി നൽകി. എന്നാൽ ആ പണം കരാറുകാരന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് അടുത്ത സാമ്പത്തിക വർഷമായ ഏപ്രിൽ മാസത്തിലാണെങ്കിൽ ആ തുക അടുത്ത വർഷത്തെ ക്യാഷ് ബേസിസ് ബജറ്റ് കണക്കിലാണ് ഉൾപ്പെടുക. ബില്ല് പാസ്സാക്കുമ്പോഴല്ല, കണക്ക് ക്യാഷ് എപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോഴാണ് ഉൾപ്പെടുക. അപ്പോൾ വരവുകളുടെ കാര്യം സർക്കാരിന് ലഭിക്കേണ്ട ഒരു ടാക്സ് അല്ലെങ്കിൽ ഫീസ് മാർച്ച് മാസത്തിൽ കൊടുക്കേണ്ടതാണെങ്കിലും അത് പണമായിട്ട് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണെങ്കിൽ ആ വരവ് അടുത്ത വർഷത്തെ ക്യാഷ് ബേസിസ് കണക്കിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലെ പണം യഥാർത്ഥത്തിൽ കൊടുക്കുന്നതിനെയും വാങ്ങുന്നതിനെയും അടിസ്ഥാനമാക്കി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന രീതിയാണ് ഈ ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ബെറിസ് ഡിഡക്ഷന്റെയും ടാസ്റ്റിക് അലവൻസുകളുടെയും കുടിശ്ശിക അടയ്ക്കാൻ ആർക്കാണ് യോഗ്യത? ഹു ഈസ് കോമ്പിറ്റന്റ് ടു മേക്ക് പേയ്മെന്റ് ഓൺ അരിയേഴ്സ് ഓഫ് ബെറിസ് ഡിഡക്ഷൻ ആൻഡ് ടാസ്റ്റിക് അലവൻസ്? ഈ മലയാളത്തിൽ ഈ സെന്റൻസ് കൺവേർട്ട് ചെയ്യുമ്പോൾ അടയ്ക്കാൻ എന്നാണ് പറയുക. അപ്പൊ ഇവിടെ അടയ്ക്കാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേയ്മെന്റ് ആണ്, കൊടുക്കാനാണ് ശരിക്കും. അത് മലയാളീകരിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാള ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ നേരെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കൂടി വായിക്കണം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ബെറിസ് ഡിഡക്ഷന്റെയും ടാസ്റ്റിക് അലവൻസുകളുടെയും കുടിശ്ശിക പേയ്മെന്റ് നൽകാൻ ആർക്കാണ് യോഗ്യതയുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം, ഇതിന്റെ ആൻസർ ആദ്യമേ പറയാം. ആൻസർ എന്ന് പറയുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ ഉത്തരവ് നേടിയ ശേഷം തഹസിൽദാർക്കാണ് ഇത് കൊടുക്കാനുള്ള അധികാരം. റവന്യൂ ഡിവിഷണൽ ഓഫീസർ നമുക്കറിയാം, RDO എന്ന് പറയും. RDOയുടെ ഉത്തരവ് നേടിയ ശേഷം തഹസിൽദാരാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ ബെറിസ് ടാസ്റ്റിക് എന്നൊക്കെ പറയുന്നത് പഴയകാലത്തെ ജന്മിത്ത സമ്പ്രദായങ്ങളോടും ദേവസ്വങ്ങളോടും മറ്റ് റവന്യൂ ഗ്രാന്റുകളോടും ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് നൽകിയിരുന്ന പ്രത്യേക അലവൻസ് ആണ്. അപ്പോ ഇതുപോലുള്ള പഴയകാല കുടിശ്ശികളോ അലവൻസുകളോ അനുവദിക്കുന്നതിന് അല്ലെങ്കിൽ നൽകുന്നതിനോ തഹസിൽദാർമാർക്ക് നേരിട്ട് പൂർണ്ണ അധികാരം ഉണ്ടാവില്ല. അപ്പോൾ അത് RDOയുടെ ഔദ്യോഗിക അനുമതിയോ ഉത്തരവോ മുൻകൂട്ടി വാങ്ങിയിരിക്കണം. അതാണ് ഇത് ഈ രണ്ട് അലവൻസിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മളൊരു ഉദാഹരണമൊക്കെ പറഞ്ഞാൽ, നമ്മളൊരു പഴയ ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റിനോ വർഷങ്ങളായി ലഭിക്കേണ്ടിയിരുന്ന ടാസ്റ്റിക് അലവൻസിന്റെയോ ബെറിസ് ഡിഡക്ഷന്റെയോ കുടിശ്ശിക തടസ്സപ്പെട്ട് കിടക്കുകയാണെന്ന് വെക്കുക. അപ്പൊ ഈ കുടിശ്ശിക അനുവദിച്ച് പണം നൽകാൻ തഹസിൽദാർ നടപടി സ്വീകരിക്കണമെങ്കിൽ
ആദ്യം RDO ഇതിനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഹു സെറ്റ്സ് എ ലിമിറ്റ് എവരി ഇയർ ഓൺ പബ്ലിക് സ്പെൻഡിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ദ സം ടു ബി സ്പെൻഡ് ഓൺ ഈച്ച് സർവീസ്? എല്ലാ വർഷവും പൊതുചെലവിന് പരിധി നിശ്ചയിക്കുന്നതും ഓരോ സേവനത്തിനും ചെലവഴിക്കേണ്ട തുക അനുയോജ്യമാക്കുന്നതും ആരാണ്? അതാണ് എല്ലാ വർഷവും പൊതുചെലവിന് പരിധി നിശ്ചയിക്കുന്നതും ഓരോ സേവനത്തിനും ചെലവഴിക്കേണ്ട തുക അനുയോജ്യമാക്കുന്നതും ആരാണ്? അത് ധനകാര്യ വകുപ്പാണ്. അതിൽ പിന്നെ സംശയത്തിന്റെ ആവശ്യമില്ല, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ഏജൻസി സബ്ജക്റ്റ്? അപ്പോ ഏജൻസി സബ്ജക്റ്റ് എന്ന് പറഞ്ഞ തന്നെ അതിന്റെ ആൻസർ ബി ആണ്. അതായത് യൂണിയൻ ഗവൺമെന്റിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന വിഷയമാണ് ഈ ഏജൻസി സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിയൻ ഗവൺമെന്റിന് വേണ്ടി അല്ല കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന വിഷയം ഇവിടെ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മൾ ഇത് നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരുകൾക്കാണ് അതിന് ഉത്തരവാദിത്വം കൊടുക്കുക. അപ്പോൾ അത് ഒരു ഏജൻസി അടിസ്ഥാനത്തിൽ കൈമാറാൻ വ്യവസ്ഥയുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളോ വിഷയങ്ങളോ ആണെങ്കിലും അവ സംസ്ഥാനത്തിനുള്ളിൽ നേരിട്ട് നടപ്പിലാക്കുന്നതിന് സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളുമാണ്. ഇത്തരം വിഷയങ്ങളെയാണ് നമ്മൾ ഏജൻസി വിഷയങ്ങളെന്ന് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ദേശീയപാതകളുടെ നിർമ്മാണവും പരിപാലനവും. ഇപ്പൊ ദേശീയപാത എന്നത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ വിഷയമാണ്. എങ്കിലും സംസ്ഥാനത്തുള്ള ദേശീയപാതകളുടെ നിർമ്മാണ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് വഴിയാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഗ്രാന്റിനുള്ളിൽ മൈനർ ഹെഡുകൾക്കിടയിൽ വീണ്ടും വിനിയോഗിക്കാനുള്ള പ്രത്യേക അധികാരം ആർക്കുണ്ട്? Who has the exclusive power to reappropriate between minor heads within a grant? അതാണ് അതിൽ നമ്മൾ ഈ ചോദ്യവും നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ അങ്ങ് പറയാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഗ്രാന്റിനുള്ളില് മൈനർ ഹെഡുകൾക്കിടയിൽ റീഅപ്രോപ്രിയേഷൻ നടക്കുക, അതിനുള്ള അധികാരം ആർക്കുണ്ടെന്നാണ് ചോദ്യം. അത് ആൻസർ ധനകാര്യ വകുപ്പിനാണ്. അതായത് ഒരു ഗ്രാന്റിന്റെ ഉള്ളില് മൈനർ ഹെഡുകൾക്കിടയിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും റീഅപ്രോപ്രിയേഷൻ നടത്തുക, അതിനുള്ള അധികാരം ആർക്കാണ്? അത് ധനകാര്യ വകുപ്പിനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഗ്രാന്റിന് കീഴിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി മാറ്റിവെച്ച തുകയിൽ നിന്നും കുറച്ച് തുക മിച്ചം വന്നു. അതേസമയം അതേ ഗ്രാന്റിന് കീഴിലുള്ള ഹൈസ്കൂളിലെ ലാപ്ടോപ്പ് വിതരണ പദ്ധതിക്ക് ഫണ്ട് തികയാതെ വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു മൈനർ ഹെഡിലെ മിച്ചം വന്ന തുക മറ്റൊരു മൈനർ ഹെഡിലെ കുറവ് നികത്താൻ ഉപയോഗിക്കണമെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക അനുമതിയോടുകൂടി മാത്രമേ ഈ റീഅപ്രോപ്രിയേഷൻ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഉച്ചക്കഞ്ഞിയിൽ നിന്ന് അങ്ങോട്ട് ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് മാറ്റേണ്ടതെങ്കിൽ പദ്ധതിക്കായിട്ട് ഉപയോഗിച്ച ഫണ്ടാണ് മാറ്റേണ്ടതെങ്കിലും റീഅപ്രോപ്രിയേഷൻ ആണ്. ആ റീഅപ്രോപ്രിയേഷന് അനുമതി ആര് തരണം? സർക്കാർ ധനകാര്യ വകുപ്പ് തരണം. അടുത്ത ചോദ്യം, when the daily collection of each officer should be remitted to the treasury? ഓരോ ഉദ്യോഗസ്ഥന്റെയും പ്രതിദിന കളക്ഷൻ എപ്പോഴാണ് ട്രഷറിയിലേക്ക് അയക്കുക? സോറി, ആ ചോദ്യം ഡിലീറ്റ്. 79 രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഡിലീറ്റഡ് ആണ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. 81ാമത്തെ ചോദ്യം, സ്ഥിരം അഡ്വാൻസ് കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഏത് തീയതിയിലാണ് അക്കൗണ്ടന്റ് ജനറലിന് അതിന്റെ അക്നോളജ്മെന്റ് കൈമാറേണ്ടത്? അത് ആൻസർ എല്ലാ വർഷവും ഏപ്രിൽ 15-നാണ്. അതായത് അതെന്താ കൈമാറുന്നത്? നിലവിലെ കൈവശമുള്ള പെർമനന്റ് അഡ്വാൻസിന്റെ ബാലൻസ് നിലവിലുള്ളത് എത്രയെന്ന് കാണിച്ച് ഓരോ വർഷവും ഏപ്രിൽ 15-നകം ഉദ്യോഗസ്ഥർ അതിനുള്ള അക്നോളജ്മെന്റ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു നൽകേണ്ടതാണ്.
ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മൾ സാധാരണ ഇത് ഓഫീസിലെ പെർമനന്റ് അഡ്വാൻസ് നിരവധി എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ സ്റ്റാമ്പ് വാങ്ങുന്നതിനും അത്യാവശ്യ ചെറിയ സാധനങ്ങളൊക്കെ കൊറിയർ അയക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 5000 രൂപ പെർമനന്റ് അഡ്വാൻസ് അനുവദിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ മാർച്ച് 31 ആ വർഷത്തെ സാമ്പത്തിക വർഷം അവസാനിക്കും. അങ്ങനെ അവസാനിക്കുമ്പോൾ ആ അഡ്വാൻസിൽ എത്ര തുക ചെലവായി, എത്ര തുക ബാക്കിയുണ്ട് എന്നതിന്റെ കണക്ക് തിട്ടപ്പെടുത്തി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. ഈ കണക്ക് ശരിയാണെന്ന് കാണിച്ച അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ, അതായത് ഏപ്രിൽ 15-നകം അക്കൗണ്ടന്റ് ജനറലിന് ഇതിന്റെ രേഖകൾ അയച്ചു കൊടുക്കണമെന്നാണ് ചട്ടം പറയുന്നത്. അതാണ് ഇവിടുത്തെ ചോദ്യം. ഏപ്രിൽ 15-നകമാണ് ഇതിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ പെർമനന്റ് അഡ്വാൻസിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ദ എമൗണ്ട് റീഅപ്രോപ്രിയേറ്റഡ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ്. റീഅപ്രോപ്രിയേഷന്റെ തുകകള് അത് ഏതിന്റെ ഗുണിതങ്ങളായിരിക്കണമെന്ന ചോദ്യം. അത് ആൻസർ 100ന്റെ ഗുണിതങ്ങളായിരിക്കണം. കണ്ടീഷനാണ്, നമ്മൾ ഇതുവരെ ചോദിക്കാത്ത ചോദ്യമാണ് അത്. റീഅപ്രോപ്രിയേഷൻ നടത്തുന്ന സംഖ്യകൾ അത് ഏത് രൂപയുടെ ഗുണിതങ്ങളായിരിക്കും? അപ്പൊ 100 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ 10586 എന്നൊരു സംഖ്യ പാടില്ല എന്നാ പറഞ്ഞത്. 10500 ആവാം, അല്ലെങ്കിൽ 10600. എല്ലാം മൾട്ടിപ്പിൾ ഓഫ് 100 ആയിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി റീഅപ്രോപ്രിയേഷൻ നമ്മൾ പറയണ്ടല്ലോ. റീഅപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു ഹെഡിൽ പിന്നെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ മാറ്റി വെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതലുള്ള തുക മറ്റൊരു ഹെഡിലേക്ക് മാറ്റി ചെലവഴിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റീഅപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും വിച്ച് ഈസ് ദ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി entrusted with the object of suggesting measures aimed at improving efficiency and affecting economy. ഇത് രണ്ടും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന, അതിൻ്റെ എന്തൊക്കെ നടപടികൾ നിർദ്ദേശിക്കുന്നതിനുള്ള കമ്മിറ്റി, ലെജിസ്ലേറ്റീവ് കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. അതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സമ്പദ് വ്യവസ്ഥയെ പ്രാബല്യത്തിൽ വരുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള നിയമസഭാ സമിതിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഓർമ്മിച്ചു വെക്കാം. അടുത്ത ചോദ്യം, അളവുകൾ എടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ കരാറുകാരന്റെ സാന്നിധ്യത്തിൽ അളവുകൾ വ്യക്തമായും കൃത്യമായും മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്താൻ സാധ്യമായ എല്ലാ ശ്രദ്ധയും കൊടുക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ കരാറുകാരന്റെ സ്വീകാര്യത നേടേണ്ടത് ആവശ്യമാണോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇവിടെ ഈ മെഷർമെന്റ്, PWD വർക്കുകളിലാണ് ഈ മെഷർമെന്റ് അധികമായിട്ട് വരുന്നത്. ഒരു ജോലി ചെയ്താൽ അതിൻ്റെ അളവുകളാണ് ഈ മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അതിനാണ് നമ്മൾ എം ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കരാറുകാരന് കരാറ് കൊടുത്തു. ആ കരാറ് അളവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ അളവുകൾ മുഴുവനും അതിൻ്റെ ഓവർസിയറോ മേലെയുള്ള ഓഫീസർമാരോ വന്ന് എടുക്കും. ആ സമയത്ത് ആരും ഉണ്ടായിരിക്കണം? കരാറുകാരനും ഉണ്ടായിരിക്കണം. അപ്പോൾ കരാറുകാരൻ അവസാനം ഈ മെഷർമെന്റ് എല്ലാം എഴുതിയതിന് ശേഷം ഈ മെഷർമെന്റ് ബുക്കിൽ കരാറുകാരനും ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മെഷർമെന്റുകളൊക്കെ കരാറുകാരനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ വെറുതെ അളന്നിട്ട് ഒരു പണിക്കാരനെ പരമാവധി അളവുകൾ കുറച്ച് കാണിക്കാനോ അതൊന്നും പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കരാറുകാരന്റെ സ്വീകാര്യത നേടേണ്ടത് ആവശ്യമാണോ എന്നാ ചോദിച്ചത്. തീർച്ചയായിട്ടും ആവശ്യമാണ്. കരാറുകാരന്റെ സ്വീകാര്യത നേടേണ്ടത് ആവശ്യമാണ് എന്ന് മാത്രമല്ല, കരാറുകാരന്റെയോ അദ്ദേഹത്തിന്റെ അംഗീകൃത ഏജന്റിയോ ഒപ്പ് മെഷർമെന്റ് ബുക്കിൽ ലഭിക്കുകയും വേണം. അത് അതിന്റെ KFCയിൽ പറയുന്ന റൂൾ ആർട്ടിക്കിളാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കൺട്രോളിംഗ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ സറണ്ടർ ചെയ്യുന്ന തുകകളിൽ നിന്ന് ആവശ്യത്തിലധികം ഫണ്ടുകൾ കണ്ടെത്തിയതിന് ധനകാര്യ വകുപ്പിന്റെ ഔപചാരികമായ സ്വീകാര്യത. അപ്പോൾ ഈ 86-ാം ചോദ്യത്തിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിസംഷൻ ഓഫ് ഫണ്ട്സ് ആണ്.
For the formal acceptance by the finance department of funds found to be in excess of requirements out of the sums surrenders by the controlling and bar disbursing officer എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സറണ്ടർ ചെയ്യുന്നതിന് പറയുന്ന വാക്ക് എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ അത് എന്താന്ന് വെച്ചാല് നമ്മള് ഈ സറണ്ടർ ഓഫ് ഫണ്ട്സ് ആണ് ഇവിടെ ശരിക്കും. ആ സറണ്ടർ ഓഫ് ഫണ്ട്സിന് പറയുന്ന പേരാണ് നമ്മൾ റിസംഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയും. മലയാളം ഉപയോഗിക്കേണ്ട, മലയാളം അവിടെ ഡേഞ്ചറാണ്. റിസംഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടടുക്കുമ്പോൾ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വകുപ്പിന് അനുവദിച്ച തുകയിൽ നിന്ന് ചില പദ്ധതികൾക്കായി മാറ്റിവെച്ചെങ്കിലും പിന്നീട് ചെലവഴിക്കാൻ കഴിയാതെ വരുന്ന തുകയോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വരുന്ന തുകയോ ധനകാര്യ വകുപ്പിലേക്ക് തിരികെ നൽകുന്നതിനെയാണ് നമ്മൾ സറണ്ടർ എന്ന് പറയുന്നത്. അപ്പോ ഉദ്യോഗസ്ഥർ ഇത്തരത്തില് മെച്ചം വരുന്ന തുക സറണ്ടർ ചെയ്യുമ്പോൾ ധനകാര്യ വകുപ്പ് ആ തുക ഔദ്യോഗികമായി സ്വീകരിച്ച് സർക്കാർ അക്കൗണ്ടിലേക്ക് തിരികെ എടുക്കുന്ന പ്രക്രിയയാണ് റിസംഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ റിസംഷൻ ഓഫ് ഫണ്ട് ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. സർക്കാർ അക്കൗണ്ടിലേക്ക് ഈ ധനകാര്യ വകുപ്പ് ഈ അധികം വരുന്ന തുകയൊക്കെ സ്വീകരിച്ചിട്ട് സർക്കാർ അക്കൗണ്ടിലേക്ക് തിരികെ എടുക്കുന്ന ആ പ്രക്രിയക്കാണ് റിസംഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇതിന് വിശദീകരണം വേണോ? വേണമെങ്കിൽ ഇതാ നമുക്ക് പറയാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപ വിദ്യാഭ്യാസ വകുപ്പിന് അനുവദിച്ചു എന്ന് വെക്കാം. വർഷാവസാനം ഇപ്പോൾ 8 ലക്ഷം രൂപ മാത്രമേ ചെലവഴിക്കാൻ പറ്റുള്ളൂ, ബാക്കി 2 ലക്ഷം രൂപയുണ്ട്, അത് ആവശ്യമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ആ വകുപ്പിലെ വിദ്യാഭ്യാസ വകുപ്പിലെ കൺട്രോളിംഗ് ഓഫീസർ ആ 2 ലക്ഷം രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് സറണ്ടർ ചെയ്തു. അപ്പോൾ ഓഫീസർ സറണ്ടർ ചെയ്ത 2 ലക്ഷം രൂപ ധനകാര്യ വകുപ്പ് പരിശോധിച്ച് അത് ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചു, ആ ഫണ്ട് റെസ്യൂം ചെയ്തു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ സർക്കാരിലേക്ക് തിരിച്ച് സ്വീകരിച്ചു. അടുത്ത ചോദ്യം. നിയമനിർമ്മാണ സഭ ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തിൽ ഗ്രാന്റിനേക്കാൾ കൂടുതലായി വരുന്ന അധിക ചെലവ് എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നാണ് ചോദ്യം. ഹൗ ടു റെഗുലേറ്റ് ദ എക്സസ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓവർ the above the grant during a particular financial by the legislative assembly. അപ്പൊ ഇതിന്റെ ആൻസർ അധികം വന്ന ചെലവുകൾ എങ്ങനെയാണ് ചെയ്യുക. അപ്പോ അതിന്റെ ആൻസർ എക്സസ് ഗ്രാന്റ്, അധിക ഗ്രാന്റ് എന്നാണ്. അതായത് ഈ എക്സസ് ഗ്രാന്റ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലെ നിയമസഭ അനുവദിച്ച തുകയേക്കാൾ കൂടുതൽ തുക ഏതെങ്കിലും വകുപ്പിനായി ചെലവഴിച്ചു പോയാൽ ആ അധിക ചെലവ് ക്രമപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്നതാണ് ഈ എക്സസ് ഗ്രാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ഈ സാധാരണഗതിയിൽ ഇങ്ങനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ PSCയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് നിയമസഭയുടെ അനുമതിക്കായിട്ട് വരുന്നത്. അപ്പൊ നിയമസഭയുടെ അനുമതി വേണം എക്സസ് ഗ്രാന്റ് കൊടുക്കണമെങ്കിൽ. അപ്പോ എക്സസ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? എക്സസ് ഗ്രാന്റിലൂടെയാണ്. അതാണ് ഇവിടുത്തെ ആൻസർ. അത് എങ്ങനെയാണ് ഒരു എക്സസ് എക്സ്പെൻഡിച്ചർ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെയാണ്? എക്സസ് ഗ്രാന്റ് നിയമസഭ അനുവദിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു വിദ്യാഭ്യാസ വകുപ്പിന് ഒരു 100 കോടി അനുവദിച്ചു, ഏതെങ്കിലും ഒരു പരിപാടി ആയിക്കോട്ടെ. അത് അനുവദിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ചെലവും കഴിഞ്ഞപ്പോൾ 110 കോടി വകുപ്പ് ചെലവഴിച്ചു. പൈസ കൊടുത്തിട്ടില്ലെങ്കിലും കണക്കിൽ ചെലവഴിച്ചു. അപ്പോൾ 10 കോടി രൂപ അധികമായിട്ട് ചെലവഴിച്ചിരിക്കുന്നു. അപ്പൊ ഇത് നിയമപരമായിട്ട് റെഗുലൈസ് ചെയ്യണം, നിയമപരമായിട്ട് തന്നെ വേണം. അപ്പോൾ നിയമസഭയുടെ അംഗീകാരം വേണം. അപ്പോൾ അത് അംഗീകാരം നേടിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഈ എക്സസ് ഗ്രാന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. സഭയിൽ അവതരിപ്പിച്ച എസ്റ്റിമേറ്റുകളുടെ വിശദമായ പരിശോധന നടത്താൻ നിയമസഭയുടെ ഏത് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും? എസ്റ്റിമേറ്റുകളുടെ പരിശോധന നടത്താൻ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം. ഫോം നമ്പർ വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് ദ ഡ്രാഫ്റ്റ് റിലീസ് ഡീഡ് ഇൻ ഫോം നമ്പർ 52 ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് എക്സിക്യൂഷൻ?
അതിന്റെ ആൻസർ 4 മാസം എന്നാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാം. ഇവിടെ റിലീസ് ഡീഡ് എന്നാൽ എന്തെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. റിലീസ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഉടമസ്ഥതയിലുള്ള ഒരു സ്വത്തിലുള്ള തന്റെ അവകാശമോ ഓഹരിയോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതോ എഴുതി നൽകുന്നതോ ആയ രേഖയാണ് ഈ എന്ത് പറയുന്നത് റിലീസ് ഡീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ തങ്ങളുടെ കൂട്ടായ സ്വത്തിൽ നിന്നും ഒരാളുടെ പേരിലേക്ക് മാത്രം അവകാശം ഒഴിഞ്ഞുകൊടുത്ത് നമുക്കൊരു റിലീസ് ഡീഡ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഫോം നമ്പർ 52 എന്ന് പറയുന്നത് ഇവിടെ എന്താ അതിന്റെ ഒരു പ്രസക്തി എന്താണ്? അപ്പൊ ഇത് കേരള സ്റ്റാമ്പ് ആക്ട് രജിസ്ട്രേഷൻ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചട്ടപ്രകാരം ഒരു ഡ്രാഫ്റ്റ് റിലീസ് ഡീഡ് രൂപീകരിച്ച് ഒപ്പുവെച്ചോ അല്ലെങ്കിൽ നടപ്പിലാക്കിയോ കഴിഞ്ഞാൽ ആ രേഖ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ നടപടികൾ പൂർത്തിയാക്കാനോ നിയമപരമായിട്ട് ഒരു നിശ്ചിത ഇടവേളയുണ്ട്, കാലാവധിയുണ്ട്. ആ കാലാവധി എന്ന് പറയുന്നത് അത് സാധുത കാലാവധിയാണ്. രേഖ നിർവഹിച്ച തീയതി മുതൽ 4 മാസത്തിനുള്ളിൽ ഇത് രജിസ്ട്രേഷനായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ റിലീസ് ഡീഡ് നമ്മൾ രേഖാപരമായിട്ട് ഒപ്പെല്ലാം വെച്ച് കഴിഞ്ഞാലും ഇത് രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 4 മാസത്തിനുള്ളിലാണ് ഇത് രജിസ്ട്രേഷനായിട്ട് സമർപ്പിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഗ്രന്ഥശാലകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വാർഷിക ഗ്രാന്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ വാർഷിക ഗ്രാന്റ് എപ്പോഴും ഓരോ വർഷവും പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി ലൈബ്രറിക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റിന്റെ 75% ഉപയോഗിക്കും. അതാ ഇവിടെ ഒരു വാചകം ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഗ്രാന്റിന്റെ മുഴുവൻ ഗ്രാന്റ് കിട്ടുന്ന മുഴുവൻ തുകയും പുസ്തകങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കണ്ട. 75% തുക, ഗ്രാന്റിൽ നിന്ന് 75% തുക നിർബന്ധമായിട്ടും പുസ്തകം വാങ്ങണം എന്ന ആൻസറാണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഈ സി. അത് എപ്പോഴും എല്ലാവരും ഇപ്പം താറവാക്കി വെച്ചിട്ടുണ്ടാവും, പുസ്തകം വാങ്ങാൻ 75% ഉപയോഗിക്കേണ്ടത് ഗ്രാന്റിൽ നിന്ന്. അടുത്ത ചോദ്യം. കണ്ടിൻജന്റ് ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? അക്കൗണ്ടന്റ് ജനറലാണ്. പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് അക്കൗണ്ടന്റ് ജനറലിലേക്ക് നമ്മൾ ആൻസർ എത്തും. ഓക്കെ, അക്കൗണ്ടന്റ് ജനറലാണ്. കണ്ടിൻജന്റ് ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ അക്കൗണ്ടന്റ് ജനറൽ. ഹു ഈസ് ദ എസ്റ്റിമേറ്റിംഗ് ഓഫീസർ ഇൻ റെസ്പെക്ട് ഓഫ് ദ കണ്ടിൻജന്റ് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ജീവനക്കാരിലുള്ള ഈ ലീവ് യാത്ര ഇളവിനുള്ള ചെലവ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് വിശദമായ അക്കൗണ്ട് ഹെഡിലാണ്? ഇൻ വിച്ച് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ട് ദ എക്സ്പെൻഡിച്ചർ ഓൺ ലീവ് ട്രാവൽ കൺസെഷൻ ടു ദ സ്റ്റാഫ് ഷുഡ് ബി ഡെബിറ്റഡ് ടു. അതായത് LTC ഉണ്ടല്ലോ, ജീവനക്കാർക്ക് നൽകുന്ന ഒരു സർവീസ് ജീവിതത്തിൽ ഇന്ത്യ മുഴുവനും ചുറ്റാനും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു അതിനുള്ള ആനുകൂല്യത്തെയാണ് നമ്മൾ LTC എന്ന് പറയുന്നത്, ലീവ് ട്രാവൽ കൺസെഷൻ. ആ ലീവ് ട്രാവൽ കൺസെഷൻ ബില്ല്, അതിന്റെ ചെലവുകൾ ഡെബിറ്റ് ചെയ്യുന്നത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണെന്ന ചോദ്യം. അത് ശമ്പളം വാങ്ങുന്ന അതേ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ തന്നെയാണ് LTCക്കുള്ളതും ഡെബിറ്റ് ചെയ്യേണ്ടത്. ലീവ് ട്രാവൽ കൺസെഷനുള്ള ഇങ്ങനെ പറയാം LTC. അതിന്റെ സംഖ്യയും ചെലവും ഡെബിറ്റ് ചെയ്യേണ്ടത് ശമ്പളത്തിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ തന്നെയാണ്. അടുത്ത ചോദ്യം. Which of the following item is not mentioned in a rate contract? ഒരു റേറ്റ് കോൺട്രാക്റ്റിൽ നമുക്കറിയാം ഒരുപാട് തരം കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു റേറ്റ് കോൺട്രാക്റ്റിൽ അല്ലെ നിരക്ക് കരാറിൽ ഈ താഴെ പറയുന്നവയിൽ ഒരു കാര്യം പരാമർശിക്കില്ല. ആ പരാമർശിക്കാത്ത വിഷയം ഏതാണ്? റേറ്റ് കരാറിൽ എന്ത് പറയില്ല? റേറ്റ് മാത്രമേ പറയുള്ളൂ. പറയാത്തത് എന്താ? ക്വാണ്ടിറ്റി അഥവാ അളവ് റേറ്റ് കരാറിൽ പറയില്ല. നമ്മളൊന്ന് നല്ലോണം ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ആൻസറിങ് വരും. ഇനത്തിന്റെ ഗുണനിലവാരമൊക്കെ പറയും, അല്ലാതെ ഇനത്തിന്റെ വിലയും പറയും, റേറ്റും പറയും, ഒക്കെ പറയും. പക്ഷെ ക്വാണ്ടിറ്റി പറയില്ല. ക്വാണ്ടിറ്റി ആ റേറ്റിന് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കരാറാണ് ഈ റേറ്റ് കരാർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം.
സർക്കാർ നൽകുന്ന ഇൻ വിച്ച് ബഡ്ജറ്റ് ഡോക്യുമെന്റ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്യാരണ്ടീസ് ഗിവൺ ബൈ ഗവൺമെന്റ് ഈസ് ഇൻക്ലൂഡഡ്. സർക്കാർ നൽകുന്ന ഗ്യാരണ്ടികളുടെ സ്റ്റേറ്റ്മെന്റ് ഏത് ബജറ്റ് രേഖയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഗ്യാരണ്ടികളുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിലാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, വിശദീകരണ മെമ്മോറാണ്ടം അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ഗ്യാരണ്ടികളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്യാരണ്ടീസ് എന്ന് പറയുന്നത്? എന്താണ്? അതിപ്പോ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ അല്ലെ ബോർഡുകൾക്കോ കോർപ്പറേഷനോക്കോ സഹകരണ സ്ഥാപനങ്ങൾക്കോ മറ്റ് ഏജൻസികളോ ഒക്കെ എടുക്കുന്ന വായ്പകൾക്ക് തിരിച്ചടവ് ഉറപ്പു നൽകുന്ന സാമ്പത്തിക ബാധ്യതകളുടെ പൂർണ്ണ വിവരമാണ് ഇത്. ഏത്? ഗ്യാരണ്ടീസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്യാരണ്ടീസ്. അപ്പൊ ഇത് നമ്മൾ സാധാരണഗതിയിൽ ഈ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബജറ്റിലെ കണക്കുകൾ സാധാരണയായി വരവ് ചെലവുകളുടെ തുകകൾ മാത്രമാണ് കാണിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ ആദ്യ ബാധ്യതകളും കടങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഗ്യാരണ്ടി വിവരങ്ങൾ നിർബന്ധമാണ്. അപ്പൊ നാളെ ആ സ്ഥാപനങ്ങൾക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് ആ ബാധ്യത വരുമെന്നതിനാലാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ജനങ്ങൾക്കും നിയമസഭയ്ക്കും മുന്നിൽ ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഒരു കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു KSRTC ആയിക്കോട്ടെ, ഒരു ബാങ്കിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ വായ്പ എടുത്തു. ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സർക്കാർ പണം നൽകാം എന്ന് ഗ്യാരണ്ടി നൽകാണ്. KSRTCക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുകയാണ്. ഇത്തരത്തിൽ സർക്കാർ ഗ്യാരണ്ടി നൽകിയിട്ടുള്ള വിവിധ സ്ഥാപനങ്ങളുടെ പട്ടിക ആണ് ഈ നിലവിലെ അതിൽ എന്തൊക്കെ ഉണ്ടാവും ആ പട്ടിക? അതിൽ നിലവിലെ ബാധ്യതയുടെ തുക, കാലാവധി എത്രയാണ് തുടങ്ങിയ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്യാരണ്ടീസ് എന്ന് പറയുന്നത്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്യാരണ്ടീസ് ബജറ്റ് രേഖയോടൊപ്പം നൽകുന്ന ഈ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ KSRTCക്ക് 100 കോടി രൂപ KSRTC വായ്പ എടുത്തു, അതിന് സർക്കാർ ഗ്യാരണ്ടി തന്നു. അപ്പോൾ പണം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സർക്കാർ ഈ പണം നൽകാന്നാണ് ഗ്യാരണ്ടി. അപ്പൊ ഇത്തരത്തിൽ ഗ്യാരണ്ടി നൽകിയിട്ടുള്ളവരുടെ കണക്ക് അറിയണ്ടേ? അതും ഇതില് അതുകൊണ്ടാണ് അതാണ് ആ കാര്യങ്ങളാണ്. എത്ര തുകയുണ്ട്, കാലാവധി എത്രയാണ്, ബാധ്യത എത്രയാണ്, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളുടെയും നമ്മൾ രേഖപ്പെടുത്തണം. KSRTCയുടെ മാത്രമല്ല, സർക്കാരിനെ ഗ്യാരണ്ടി നിർത്തിയിട്ട് എടുത്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഡീറ്റെയിൽ വേണം. അത് അതിൽ തുക ഉണ്ടായിരിക്കണം, കാലാവധി ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റിനാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്യാരണ്ടീസ് എന്ന് പറയുന്നത്. അതിനൊപ്പം നിർബന്ധമായിട്ടും ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. രഹസ്യമാക്കി വെക്കാൻ പാടില്ലല്ലോ. അത് സർക്കാരിൽ നിയമസഭയ്ക്ക് മുമ്പിലും ജനങ്ങൾക്കും അറിയേണ്ടതാണ്. കാരണം നാളെ ഒരിക്കലും തിരിച്ചടച്ചില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അടുത്ത ചോദ്യം, ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഏത് ഇടവേളകളിൽ ഓഫീസ് മേധാവി അവലോകനം ചെയ്യണം? ഓരോ മാസവും ചെയ്യണം. ഓഡിറ്റ് ഒബ്ജക്ഷൻ്റെ എല്ലാ ഓഫീസുകളിലും ഉള്ളതാണ് ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററിലാണ് ഓഡിറ്റ് ഒബ്ജക്ട്സ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മറുപടി അയച്ചത് അതിനകത്തുണ്ടാവും. ആ മറുപടി അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഒബ്ജക്ഷൻസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തടസ്സവാദങ്ങൾ നീക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം അറിയണമെങ്കിൽ എന്ത് വേണം? അത് ഹെഡ് ഓഫീസ് മേധാവി പരിശോധിക്കണം. എത്ര കാലത്തിനുള്ളിൽ പരിശോധിക്കണം എന്നാണ് ചോദ്യം. അത് പ്രതിമാസം മന്ത്ലി പരിശോധിക്കണം. അപ്പൊ എല്ലാ മാസവും പരിശോധിക്കണം എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ഗവൺമെന്റിന്റെ ലേഖനങ്ങൾ ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ വിൽക്കണമെന്നാണ് ചോദ്യം. വിൽക്കാൻ പാടില്ല എന്നാണ് ആൻസർ. പക്ഷെ എന്തോ അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഗവൺമെന്റിന്റെ ആർട്ടിക്കിൾസ് ഒന്നും തന്നെ എന്തിൽ പാടില്ല? ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ വിൽക്കാൻ പാടില്ല. അതാണ് കണക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ട്. അടുത്ത ചോദ്യം, ഡെപ്പോസിറ്റിന്റെ ഏത് വിഭാഗത്തിലാണ് ഒരു ബാങ്കറുടെ മാത്രം പ്രവർത്തനമാകുന്നത്? ഇൻ വാട്ട് ക്ലാസസ് ഓഫ് ഡിപ്പോസിറ്റ് ദ ഫംഗ്ഷൻ ഈസ് മിയർലി ദാറ്റ് ഓഫ് എ ബാങ്കർ? അതാണ് ഇവിടെ ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ, ഒരു ബാങ്കറായിട്ട് ഏത്
ഡെപ്പോസിറ്റ് ഏത് തരം ഡെപ്പോസിറ്റുകളുടെ വിഭാഗത്തിലാണ് ബാങ്കറായിട്ട് പ്രവർത്തനം അതായത് ലോക്കൽ ഫണ്ടിന്റെ നിക്ഷേപം എന്നാണ് ഇവിടെ ആൻസർ. ലോക്കൽ ഫണ്ടിന്റെ നിക്ഷേപം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞപ്പോൾ സർക്കാർ ട്രഷറികളിൽ സൂക്ഷിക്കുന്ന വിവിധ തരം നിക്ഷേപം ഉണ്ടാവും. ലോക്കൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ട്രഷറിയുടെയോ സർക്കാരിൻ്റെയോ പങ്ക് ഒരു ബാങ്കിൻ്റേത് മാത്രമാണ്. അവർ ലോക്കൽ ഫണ്ടുകാർ വന്ന് ഈ ട്രഷറിയിൽ പണം നിക്ഷേപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക്കൽ അതോറിറ്റികൾ, മുനിസിപ്പാലിറ്റികൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഫണ്ടുകൾ ട്രഷറിയിൽ ബാങ്ക് അക്കൗണ്ട് പോലെ സൂക്ഷിക്കും. അവരാവശ്യപ്പെടുമ്പോൾ പണം നൽകും. കാരണം ഇവിടെ പാസ്സാക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. അവരുടെ പണമാണ്, അവരിവിടെ ട്രഷറിയിൽ സൂക്ഷിക്കുന്നു, ആവശ്യമുള്ളപ്പം പണം തിരികെ കൊടുക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ട്രഷറി ഒരു ബാങ്കറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ പണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സ്വന്തം വരവ് ചെലവോ ഫണ്ടോ ഒന്നുമല്ല, മറിച്ച് ഒരു വാണിജ്യ ബാങ്ക് ഇടപാടുകാരൻ്റെ പണം സൂക്ഷിക്കുന്ന പോലെ കയറുമ്പോൾ ഒരു ബാങ്കിൻ്റെ ചുമതല മാത്രമാണ് ഇവിടെ സർക്കാർ അല്ലെങ്കിൽ ട്രഷറി നിർവഹിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ലോക്കൽ ഫണ്ട് നിക്ഷേപങ്ങളാണെങ്കിലാണ് ഇത്തരത്തിൽ. അപ്പോൾ നമുക്കൊരു സാധാരണ ഒരു മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ സർവകലാശാലയുടെ അവരുടെ ഓൺ ഫണ്ടുകളുണ്ട്, അവരുടേതായ തനത് ഫണ്ട് എന്ന് അതിന് പറയാം. അത് ട്രഷറിയിലെ ലോക്കൽ ഫണ്ട് നിക്ഷേപ അക്കൗണ്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നു. അവർക്ക് ആവശ്യമായി വരുമ്പോൾ ചെക്കുകൾ മുഖേന ആ പണം പിൻവലിക്കും, മറ്റ് ഗ്രാൻറ്റുകളോ മറ്റ് വരവുകളോ അതിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്നു. ഇവിടെ ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനങ്ങൾക്ക് ഒരു ബാങ്കർ മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റ് കാണിച്ചിരിക്കുന്ന ഓപ്ഷൻസ് പേഴ്സണൽ ഡിപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകൾ, പിന്നെ സിവിൽ കോർട്ട് ഡിപ്പോസിറ്റീവ് എന്നിവയിൽ നിന്നെല്ലാം സർക്കാരിന് നിയന്ത്രണവും ഉണ്ട്, പിന്നെ ഉത്തരവാദിത്വവും ഉണ്ട്. എന്നാൽ ഇതിനതില്ല. ലോക്കൽ ഫണ്ടിൻ്റെ ഡിപ്പോസിറ്റ് ഓഫ് ലോക്കൽ ഫണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിക്രിറ്റൽ ക്ലെയിമുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡിക്രിറ്റൽ ക്ലെയിമുകൾ, വാട്ട് ഈസ് മീൻ ബൈ ഡിക്രിറ്റൽ ക്ലെയിംസ്? അപ്പോൾ ഇത് കോടതി ഉത്തരവുകൾ, എക്സ്പെൻഡിച്ചർ ദാറ്റ് മേ ബി നെസസറി ടു സാറ്റിസ്ഫൈ കോർട്ട് ഡിക്രീസ്. ഇപ്പൊ സർക്കാർ നടപടികളോ സാമ്പത്തിക കാര്യങ്ങളിലോ കോടതി ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിനായി നൽകേണ്ടി വരുന്ന തുകയോ ചെലവുകളെയോ ആണ് ഡിക്രീറ്റൽ ക്ലെയിമുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ സർക്കാരിനെതിരായിട്ട് കോടതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കേസിൽ വിധി വന്നു. ആ കോടതിയുടെ വിധി പ്രകാരം പിന്നെ പണമോ നഷ്ടപരിഹാരമോ നൽകാൻ കോടതി ഉത്തരവിട്ടുമ്പോൾ ചെയ്യുമ്പോൾ ആ ബാധ്യത നിറവേറ്റാൻ സർക്കാരിന് വരുന്ന ചെലവിനെയാണ് നമ്മൾ ഡിക്രീറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വകുപ്പ് ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? ഉടമ ചിലപ്പോൾ കോടതിയെ സമീപിക്കും. അപ്പോൾ നഷ്ടപരിഹാരം, സർക്കാർ ഭൂമി ഏറ്റെടുത്തു, നഷ്ടപരിഹാരം പോരാ എന്നായിരിക്കും ഉടമയുടെ വാദം. അങ്ങനെയെങ്കിൽ പിന്നെ കോടതി സർക്കാരിനോട് കൂടുതൽ തുകയോ നഷ്ടപരിഹാരമോ നൽകാൻ ഉത്തരവിടുകയും ചെയ്യും. അപ്പോൾ ആ കോടതി വിധി, അതാണ് ഇവിടെ ഡിക്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നടപ്പിലാക്കിക്കൊണ്ട് കോടതി നിർദ്ദേശിക്കുന്ന തുക കൊടുക്കേണ്ടി വരുന്നത് ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഇനി ആവശ്യമില്ലാത്ത ഗസറ്റ് പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണം തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ ഏത് വിധത്തിലാണ് നശിപ്പിക്കുന്നത്? ആവശ്യമില്ലാത്ത പിന്നെ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും ഗസറ്റും ഒക്കെ എന്ത് ചെയ്യുക? അത് ആൻസർ വരുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. ബി സോൾഡ് ഇൻ ടാക്ട് ആസ് വേസ്റ്റ് പേപ്പർ, വേസ്റ്റ് പേപ്പറായിട്ട് വിൽക്കുക. അങ്ങനെയാണ് ഇത് നശിപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ ആൻസർ പറഞ്ഞിട്ടുള്ളത്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതും അവസാനിച്ചു. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് വിശദീകരണങ്ങൾ പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.